ഇതിന് ശേഷം KM മൗലവി എന്ത് ചിന്തിച്ചു? നമ്മൾ വിചാരിച്ച വെളി ഇവിടെ നടക്കാൻ പോണില്ല. അത് നടക്കണമെങ്കിൽ നമ്മളെ കണ്ട ആരും ഈ പാർട്ടിയിലേക്ക് വരൂല. കേരളത്തിലെ മുസ്ലിമുകൾ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ തലപ്പത്ത് ഒരു സയ്യിദിനെ വെക്കാത്ത കാലത്തോളം ഇത് വിജയിക്കാൻ പോകുന്നില്ല. ഏത് സയ്യിദിനെ വെക്കും എന്ന് ചർച്ചയായി. KM മൗലവി തന്നെ പറഞ്ഞു, നമുക്ക് അനുഭവമല്ലേ, നമ്മളെ തോൽപ്പിച്ച തങ്ങളില്ലേ അവിടെ, ബാഫക്കി തങ്ങള്, ആ തങ്ങളെ നമുക്ക് ഇതിന്റെ തലപ്പത്ത് കൊണ്ടുവന്നാൽ നല്ല ശക്തി കിട്ടും, ആളുകളൊക്കെ ഇതിലേക്ക് വരും. അങ്ങനെ KM മൗലവിയുടെ തന്ത്രപ്രകാരമാണ് വന്യരായ തങ്ങളവറുകളെ പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കുന്നത് എന്ന് ആരാ എഴുതി വെച്ചത്? വഹാബിയായ മുഹമ്മദ് അബ്ദുൽ കരീം കൊണ്ടോട്ടിക്കാരൻ ഈ അടുത്ത് മരിച്ചു. അദ്ദേഹം KM മൗലവിയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിൽ ഇത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ തന്ത്രപൂർവ്വം തങ്ങളെ തലപ്പത്ത് കൊണ്ടുവന്നപ്പം മലബാറിലെ മുസ്ലിമീങ്ങൾ കൂട്ടത്തോടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകി. അതൊരു വമ്പിച്ച ശക്തിയായി, സുന്നികളുടെ സംഘശക്തിയായിരുന്നു അത്. അങ്ങനെ 1960 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തി ആർജിച്ചു. അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് സഖ്യം ചേർന്ന് നമ്മളും മത്സരിച്ചു. ഗംഭീര വിജയമുണ്ടായി. പക്ഷെ അന്ന് കോൺഗ്രസിന് ഒറ്റക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാവാം അവര് പറഞ്ഞു ലീഗ് ഒരു വർഗീയ കക്ഷിയായതുകൊണ്ട്, അന്നത്തെ കഥയാണ്, വർഗീയ കക്ഷിയായതുകൊണ്ട് അവർക്ക് മന്ത്രി പദവി കൊടുക്കൂല എന്ന് പറഞ്ഞു. അവസാനം പലരും പഞ്ചായത്ത് പറഞ്ഞിട്ട് തീരുമാനത്തിലെത്തി. സ്പീക്കർ